ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മാ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവ്യേ നമഃ. ഓം പ്രസീദ വിശ്വേശ്വര വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വര വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഃ കൃതവോ ഇന്ദു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരുപരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹത്താൽ നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമാഹാത്മ്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 40-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ അത്രി തനയായൈ നമഃ. ഓം ശ്രീ അത്രി തനയായൈ നമഃ. ശ്ലോകം ജപിക്കുന്നത് കൊണ്ടുള്ള പുണ്യഫലം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വരുംകാലത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള അനുമാനം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അറിവ്, ഭാവി ജീവിതം എങ്ങനെയുണ്ടാവും, എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ജാതമാകുന്നു എന്നാണ് ഈ സ്തോത്രത്തെ ജപിക്കുന്നത് കൊണ്ടുള്ള പുണ്യഫലമായി പറഞ്ഞിരിക്കുന്നത്. സങ്കല്പം ചൊല്ലുമ്പോൾ ആഗാമി സംഭവ പരിജ്ഞാനാർത്ഥം 40 ശ്ലോകം ജപേത്. ആദിശങ്കര ഭഗവത്പാദർ ഈ സ്തോത്രം ജപിക്കുന്നത് മണിപൂരക ചക്രത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ്. മണിപൂരക ചക്രം എന്നുള്ളത് 4-ാമത്തെ ചക്രമാണ്. മുകളിൽ നിന്ന് ചുവടേക്ക് വരുമ്പോൾ, അതായത് അവരോഹണക്രമത്തിൽ, ചുവടയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ആരോഹണക്രമത്തിൽ 3-ാമത്തെ ചക്രവും. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്കുമുഖമായിരുന്ന് അല്ലെങ്കിൽ വടക്കുമുഖമായിരുന്ന് 45 ദിവസവും 1000 പ്രാവശ്യം ഈ ശ്ലോകത്തെ ജപം ചെയ്താൽ വരുംകാലത്തെക്കുറിച്ചുള്ള, ഭാവി കാലത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇംഗ്ലീഷിൽ ഇതിന് ഇൻറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. മുൻകൂട്ടി അറിയുവാനുള്ള ഒരു യോഗം, പ്രതിഭാശക്തി എന്നും പറയാം. ഇതുകൂടാതെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുവാനുള്ള മാർഗം എന്താണ് എന്നുള്ള മാർഗം കാട്ടിത്തരാനും ഈ ശ്ലോകം ഉപകരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ പുണ്യഫലം ആ സാധകന് ഉപകരിക്കുന്നു. നിവേദ്യം പാൽ, പായസം, താമ്പൂലം എന്നിവയാണ് നിവേദിക്കേണ്ടത്. കൂടാതെ നല്ല മധുരമുള്ള ആഹാര പദാർത്ഥങ്ങളെയും നിവേദിക്കാം. ചക്രം ഷഡ്ചക്രമാകുന്നു. ഷത്രികോണ ചക്രമായ ചക്രത്തിൻ്റെ നടുവിൽ ടം എന്നുള്ള ബീജാക്ഷരമന്ത്രത്തെ എഴുതി ഇതിനു മുകളിൽ വിളക്ക് കൊളുത്തി പരാശക്തിയെ ആവാഹനം ചെയ്ത് പഞ്ചോപചാര പൂജ ചെയ്ത ശേഷം ഈ സ്തോത്രത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാണ്. പശുപതി രൂപ ശ്യാമളമേഘത്തെ ഞാൻ സേവിക്കുന്നു എന്നാണ് ആദിശങ്കര ഭഗവത്പാദർ പറയുന്നത്. പശുപതി രൂപത്തിലുള്ള ശ്യാമളമേഘ സ്വരൂപൻ, നീലവർണ്ണം. മഹാവിഷ്ണുവിനും ശ്രീരാമനും സദാശിവനും ഒരേ വർണ്ണമാണ്, നീലവർണ്ണമാവുള്ളത്. ശ്ലോകം തടിത്വന്തം ശക്ത്യ തിമിര പരിപന്തി സ്ഫുരണയ സ്ഫുരന്നാരത്നാഭരണ പരിണദ്ധേന്ദ്ര ധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം. തടിത്വന്തം ശക്ത്യാ തിമിരപരിസ്പന്തി സ്ഫുരണയാ സ്ഫുരന്നാരത്നാഭരണ പരിദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിവേശേ വർത്തന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം. ശ്ലോകത്തിൻ്റെ വളരെ രസകരമായിരിക്കുന്ന ഒരു ശ്ലോകമാണത്.
അവരോഹണ ക്രമത്തിൽ സഹസ്രാരപത്മത്തിന് ശേഷം ആജ്ഞാചക്രം, അതിനുശേഷം വിശുദ്ധി ചക്രം, പിന്നീട് അനാഹത ചക്രം, അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? സ്വാധിഷ്ഠാന ചക്രം, പിന്നീട് മണിപൂര ചക്രത്തിലേക്ക് വന്നു. ഇപ്പോൾ മണിപൂര ചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം മൂലാധാര ചക്രത്തിലേക്ക് പോകുന്നു. സാധകൻ സമയാചാര പൂജ അനുസരിച്ച് കണ്ണടച്ചിരുന്ന് ദേവിയെ പൂജിക്കുമ്പോൾ ചന്ദ്രക്കലാമണികളെ കൊണ്ടുള്ള പൂജയാണ് മണിപൂര ചക്രത്തിൽ പരാശക്തിയെ ഇരുത്തി ചെയ്യപ്പെടുന്നത്. ആരോഹണ സമയത്ത്, ആരോഹണ മാർഗത്തിൽ ചന്ദ്രക്കലാമണികളെ കൊണ്ട് പൂജിക്കണം. ധൂപദീപങ്ങളെ സമർപ്പിച്ച് പരാശക്തി താമ്പൂലം, വെറ്റില കഴിക്കാനായി കൊടുത്ത് പരാശക്തി ആ താമ്പൂലത്തെ കഴിക്കുന്ന ഭംഗിയെ നോക്കി രസിച്ച് താനും അമൃതപാനം ചെയ്യുന്നതിന് സമമായ യോഗധ്യാനത്തെ സാധകൻ അടയുന്നു. അതേ നേരം അവരോഹണക്രമത്തിൽ സഹസ്രാരപത്മത്തിൽ നിന്നും ചുവടേക്ക് ഇറങ്ങി വരുമ്പോൾ സദാശിവനായിരിക്കുന്ന പരമേശ്വരനെയും കൂട്ടിക്കൊണ്ടാണ് ദേവി തൻ്റെ സ്വന്തമായ വീട്ടിലേക്ക്, അതായത് മൂലാധാര ചക്രത്തിലേക്ക് എഴുന്നരുളുന്നത്. അപ്പോൾ ഇവിടെ പരാശക്തി പറയുന്നു, പരാശക്തി സദാശിവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് തൻ്റെ വീട്ടിലേക്ക്. ആദിശങ്കര ഭഗവത്പാദർ ധ്യാനം ചെയ്യുമ്പോൾ അദ്ദേഹം മൂലാധാര പത്മത്തിൽ പരാശക്തിയെ ധ്യാനം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ശിവശക്തിഐക്യമായിരിക്കുന്ന രണ്ടുപേരും അതിൽ പ്രത്യേകമായി പറയുന്ന സദാശിവരൂപത്തെ അദ്ദേഹം ധ്യാനിക്കുന്നു. ആ സദാശിവൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? നീലശ്യാമള വേഗവർണ്ണത്തോടുകൂടിയ, മേഘവർണ്ണത്തോടുകൂടിയ മേഘസ്വരൂപത്തിലാണ് ഈ സദാശിവനെ അവിടെ അദ്ദേഹം ധ്യാനിച്ചു നോക്കുന്നത്. സദാശിവൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പരാശക്തിയുമുണ്ട്, പരാശക്തി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സദാശിവനുമുണ്ട്. ഇവരെ ആർക്കും പിരിക്കാൻ സാധ്യമല്ല. തടിത്വന്തം, തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൽ കൊടി അല്ലെങ്കിൽ മിന്നൽ, തണ്ടർബോൾട്ട്. മഴക്കാലത്ത് മേഘങ്ങൾ ഒന്നിനോടൊന്ന് കൂട്ടിയിരിക്കുമ്പോൾ അതിലൂടെ മിന്നൽ പ്രസക്തമായി നമ്മളുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. ശബ്ദത്തോടുകൂടി സപ്തവർണ്ണങ്ങളും അതിൽ കലർന്ന ഒരു ഇന്ദ്രധനുസ്സു പോലെ, ഇന്ദ്രചാപം, ഇന്ദ്രന്റെ ധനുസ്സുപോലെ അതിപ്രകാശമായി പ്രജ്വലിക്കുന്നു ആകാശത്തിൽ. ആ ഒരു സന്ദർഭത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, മിന്നൽ കൊടിയോടുകൂടിയ തടിത്വത്തോടുകൂടിയവൻ ആര്? സദാശിവൻ. ശക്തിയ, തടിധ്രൂപ ശക്തിയാൽ, അവിടെ ആ മേഘത്തിൻ്റെ നടുവിൽ, മേഘം നീലവർണ്ണത്തിൽ കറുത്തിരിക്കുന്ന മേഘവർണ്ണത്തിൻ്റെ നടുവിലൂടെ മിന്നൽ രൂപത്തിൽ പരാശക്തി എന്ന ശക്തിതത്വം പ്രത്യക്ഷമാകുന്നു. തിമിര പരിബന്ധി സ്ഫുരണയ, അന്ധകാര വിരോധിയായ പ്രകാശത്തോടു കൂടിയതാകുന്നു ഈ മിന്നൽ. അതായത് കറുത്തിരുണ്ട് നിൽക്കുന്ന മേഘങ്ങൾ അന്ധകാരം അഥവാ അജ്ഞാനം, അതല്ലെങ്കിൽ തമശക്തി, അല്ലെങ്കിൽ ജ്ഞാനശൂന്യമായിരിക്കുന്ന, അതായത് ഉത്പത്തി ആയിട്ടില്ലാത്ത ഒരു സന്ദർഭം, ഉത്പത്തിക്ക് മുമ്പിലുള്ള ഒരു സ്ഥിതി, അതുകൊണ്ടെല്ലാമാണ് ഇവിടെ ഈ നീലമേഘവർണ്ണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമായി പറയപ്പെടുന്നത്. അതിൽ ശക്തിയുടെ ചലനമാകുന്നു സൃഷ്ടികൾക്കുള്ള കാരണം. പ്രപഞ്ചത്തിലെ സൃഷ്ടിയെല്ലാം ശക്തിയുടെ കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. അപ്പോൾ ആ ശിവതത്വത്തിൽ നിന്നും ശക്തിയുടെ പ്രേരണയാൽ ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെല്ലാം ഉണ്ടായിത്തീരുന്നു. ഇടിമിന്നലോടുകൂടി തന്നെ മഴ വർഷിക്കുകയാണ് ചെയ്യുന്നത്. വർഷിക്കുന്ന മഴ ഭൂമിയിലും സമുദ്രത്തിലും എല്ലാ സ്ഥലത്തുമായി വ്യാപിക്കുന്നു. സ്ഫുരന്നാനാരത്ന ആഭരണ പരിണദ്ധേന്ദ്ര ധനുഷം, അതായത് ശോഭയോടുകൂടിയ രത്നാഭരണങ്ങൾ പതിച്ചു വെച്ചിരിക്കുന്ന ഇന്ദ്രധനുസ്സിനെ പോലെയാണ് ഈ ഇടിമിന്നൽ ആകാശത്തിൽ പ്രത്യക്ഷമാകുന്നത്. തവശ്യാമം, പരാശക്തിയുടെ കറുത്ത വർണ്ണം, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ, സദാശിവന്റെ ഈ കറുത്ത വർണ്ണം, മേഘം എന്നുള്ള കറുത്ത വർണ്ണം, കമപി, അനിർവാച്യമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം ചെയ്യുവാൻ ബുദ്ധിമുട്ടേണ്ട, അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്തു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രഭാവത്തോടു കൂടിയാണ് ഇവിടെ ആ മേഘവർണ്ണത്തിൽ പരമശിവനെ അദ്ദേഹം കാണുന്നത്. മണിപൂരൈക ശരണം അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമാണോ? എവിടെയാണ് നോക്കുകയാണെങ്കിൽ മണിപൂരക ചക്രത്തെ മുഖ്യവാസസ്ഥാനമായി കരുതി അവിടെ ശയിക്കുകയാണ് ചെയ്യുന്നത്. നിഷേവേ, അത്യന്തം സേവിക്കുന്നു ഞാൻ അങ്ങനെയുള്ള പരമേശ്വരനെ. കൂടാതെ വർഷന്തം ഹര മിഹിരതപ്തം ത്രിഭുവനം, സംഹാര രുദ്രനാകുന്ന പ്രളയകാല
സൂര്യനാൽ ദഹിക്കപ്പെട്ട ഈ 3 ലോകങ്ങളെയും പരാശക്തി അമൃതവർഷം പോലെ മഴയുടെ രൂപത്തിൽ ഭൂമിയിൽ പ്രവേശിച്ച് സകല ജീവജാലങ്ങൾക്കും ജീവിതത്തെ നൽകുന്നു, അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാം, സമുദ്രത്തിൽ നിന്നുള്ള നീരാവി മേഘമായി മേൽപോട്ടുയർന്ന് അവിടെ ശുചീകരണം ചെയ്യപ്പെട്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നു. ഭൂമിയിലോട്ട് വരുമ്പോൾ അത് സ്വീറ്റ് വാട്ടറാണ്, മധുരമുള്ള, കുടിക്കാൻ പറ്റുന്ന രുചികരമായ ജലമായി, ശുദ്ധജലമായി തിരിച്ചു വരുന്നു. പക്ഷേ സമുദ്രത്തിലെ ജലം ഉപ്പുവെള്ളമാണ്. അതായത് സപ്തലോകം എന്ന് പറയപ്പെടുന്ന അഗ്നിലോകമായിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രത്തിൽ തീ കത്തിജ്വലിക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള മണിപൂരക ചക്രം എന്ന് പറയപ്പെടുന്ന ചക്രത്തിൽ ജലം കെട്ടിക്കിടക്കുന്നു. ആ ജലത്തിൽ നിന്നും ചൂടേന്ന് വരുന്നതായിരിക്കുന്ന ഉഷ്ണത്തിൻ്റെ കാരണം ആ ജലനീരാവിയായി മുകളിലോട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് മഴയായി തിരിച്ചു വരുന്നു. ഈ മഴയിലൂടെ എന്താ സംഭവിക്കുന്നത്? ശുദ്ധജലം വരികയും ആ ശുദ്ധജലത്തിൻ്റെ കാരണം കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം കഴിക്കുവാനുള്ള അന്നസമൃദ്ധിയോടുകൂടിയ വിഭവങ്ങളെ ഈ ഭൂമി സൃഷ്ടിച്ചു നൽകുന്നു. അപ്പോൾ അതിന് കാരണം പരാശക്തിയാണ്. മേഘസ്വരൂപമായിരിക്കുന്ന ഈ സദാശിവനെ അദ്ദേഹത്തിൽ ഒരു ചെറിയ ചലനം ഏർപ്പെടുത്തി ആ ചലനത്തിൻ്റെ കാരണം കൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള പഞ്ചേശ്വര കൃത്യങ്ങളെയും ചെയ്യിപ്പിക്കുന്ന മഹാപ്രളയസാക്ഷിണിയാകുന്നു ഈ പരാശക്തി. ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടിയും ഉണ്ടായിത്തീരുന്നത്. ഈ മണിപൂര ചക്രം എന്ന് പറയപ്പെടുന്നത് 10 ദളങ്ങളോട് കൂടിയിട്ടുള്ള ചക്രമാകുന്നു. ലാഗിനി എന്നുള്ള ദേവിയാണ് ഇവിടെ ഈ ചക്രത്തിൻ്റെ അധിപതിയായിരിക്കുന്നത്. 3 മുഖങ്ങളാണ് ഈ ദേവിക്കുള്ളത്. മണിപൂരാബ്ജനിലയാ വദനത്രയ സംയുത വജ്രാധിക യുധോപേതഭ്യാമര്യാദിവിരാവൃത ആ രക്തവർണ മാംസനിഷ്ഠ ഗുഢാന്ന പ്രീതമാനസ സമസ്ത ഭക്തസുഖതാലാഗിന്യംബ സ്വരൂപിണി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനം. അങ്ങനെ 10 ദളങ്ങളോടുകൂടിയ മണിപൂര ചക്രത്തിൽ ത്രികാലജ്ഞാനദായിനിയായിരിക്കുന്നു ഇവിടുത്തെ മഹാശക്തി. ധാമരി, ഫട്കാരിണി എന്നുള്ള ദേവിമാരെ കൊണ്ട് നിറയപ്പെട്ട 10 ദളങ്ങളിലും 10 ദേവിമാരായിരിക്കുന്നു. രക്തവർണം, മാംസം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മാംസ ഉത്പത്തിക്കുള്ള കാരണം ഈ ശക്തിയുടെ, ലാഗ്നി ദേവിയുടെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ മണിപൂരക ചക്രത്തിൽ നിന്നാണ് നമ്മൾക്കുള്ള മാംസം ഉണ്ടായിത്തീർന്നത് ഈ ശരീരത്തിന്. അതെല്ലാവർക്കും അറിയാം. കുടലിലൂടെ ദഹിപ്പിച്ചെടുക്കുന്ന ഊർജ്ജശക്തിയെ കൊണ്ടാണ് മാംസം ഉണ്ടായിത്തീരുന്നത്. ജലതത്വമാകുന്നു തത്വങ്ങളിൽ നോക്കുമ്പോൾ. ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന ജാഗ്രത്രയം, അതുപോലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള തൃകർത്തവ്യം, ഇതെല്ലാം തന്നെ വളരെയേറെ ഉജ്ജ്വലമായ രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയും അതിനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ മണിപൂരക ചക്രത്തിലാണ്. ആ ചക്രത്തിൽ സദാശിവൻ എന്ന് പറയപ്പെടുന്ന മഹത്തത്വം, പരബ്രഹ്മസ്വരൂപം നീല വർണ്ണത്തോടുകൂടി വിരാജിക്കുന്നു. ആ ശക്തിയിൽ തന്നെ ശിവനും ശിവനിൽ തന്നെ ശക്തിയുമായി ഇണചേർന്നിരിക്കുന്ന ഈ രൂപത്തെ ആദിശങ്കര ഭഗവത്പാദർ ധ്യാനിച്ച് മനസ്സിലാക്കി ആ പരാശക്തിക്ക് അംബികെ, ഭഗവതി, പരാശക്തി, ലോകമാത, നീലമേഘ രൂപമായിരിക്കുന്ന നിന്റെ ഭർത്താവായ സദാശിവൻ, ആ സദാശിവനെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം ആ മണിപൂരക ചക്രത്തിൽ മേഘസ്വരൂപത്തിൽ ശയനം ചെയ്യുന്നു. അവിടം ഈ കറുത്ത വർണ്ണമായതുകൊണ്ട് അജ്ഞാനരൂപമായി മാറപ്പെടുന്നു. ആ അജ്ഞാനത്തെ അകറ്റുവാൻ വേണ്ടി, അതായത് തമോ ഗുണത്തിൽ ശയനം ചെയ്യുന്ന സദാശിവനെ ഒന്ന് ഇളക്കി വിടണം. ആദ്യത്തെ ശ്ലോകത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. ശിവശക്ത്യാ യുക്തോ യതി ഭവതി ശക്തപ്രഭവിധും അജേ ദേവം ദേവോന കലു കുശലഹ സ്പന്ദിതുമപി അധസ്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതി വിരവി പ്രണന്തും സ്തോതും വാ കഥമകൃതം പുണ്യപ്രഭവതി. ആർക്കാണ് ഒരു സെക്കൻഡ് പോലും അനങ്ങാൻ സാധ്യമല്ല ശക്തിയുടെ അനുഗ്രഹമില്ലാതെ കണ്ട്. അങ്ങനെയുള്ള ആ പരാശക്തി സദാശിവനെ ഒന്ന് ഉണർത്തുകയും അത് കാരണം പ്രപഞ്ചത്തിൽ സൃഷ്ടി ഉണ്ടാകുകയും എല്ലാ ജീവജാലങ്ങൾക്കും പ്രഥമമായിരിക്കുന്ന ആഹാരത്തിൽ വളരെ മുഖ്യം ജലമാകുന്നു. ആ നല്ല ജലസ്രോതസ്സിനെ ഉണ്ടാക്കിക്കൊടുത്ത് എല്ലാ ജീവരാശികൾക്കും അന്നാഹാരാദികൾ നൽകപ്പെടുന്നത് ഈ മണിപൂരക ചക്രത്തിൽ വാസം ചെയ്യുമ്പോഴുള്ള
ശിവശക്തിയുടെ ഐക്യസ്വരൂപമാകുന്നു എന്നുള്ളതാണ് ആദിശങ്കര ഭഗവത്പാദർക്ക് പരാശക്തി അദ്ദേഹത്തിന്റെ ബുദ്ധിയിലൂടെ ഈ ദൃശ്യത്തെ നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ശ്ലോകത്തെ ജപം ചെയ്യുന്ന ആൾക്ക് വരുംകാലത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവും. കാരണം എന്താണ്? ജ്ഞാനം, അജ്ഞാനം നശിച്ച് ജ്ഞാനം ഉത്പത്തിയാകുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ് ലോകം മുഴുവൻ. ഈ ലോകം മുഴുവൻ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഐഡിയാസ് എന്നുള്ളതിൻ്റെ പുറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടുള്ളത്. എപ്പോഴും നമുക്ക് ജീവിതത്തിൽ വരുംകാലം എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ വരുംകാലം നന്നായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോഴുള്ള കാലത്തെ നാം നയിച്ചു കൊണ്ടുപോരുന്നത്. വരുംകാലം കരപിടിക്കില്ല, നശിച്ചു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ പലരും ജീവനെ നശിപ്പിക്കും, ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നതാൽ. അതുകൊണ്ട് ഭാവി എന്ന് പറയപ്പെടുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ചിന്തനകളും സ്വപ്നങ്ങളുമാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പരാശക്തി എന്ന് പറയപ്പെടുന്ന സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ പുതിയതായി വരുന്ന ഒരു സംഭവം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശക്തിയുടെ മിന്നൽ കൊടി പോലുള്ള ആഗമനം ഈ മേഘക്കൂട്ടങ്ങളെ ചിതറി വിതറി അവയെല്ലാം പൊടിപ്പൊടിയാക്കി കാലവർഷം നൽകി ലോകത്തിലെ എല്ലാ ജീവരാശികൾക്കും കുളിർമ നൽകി സുഖസന്തോഷത്തെ നൽകുന്നു, നല്ല ജീവിതത്തെ നയിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരുന്നു. കാരണം ഇതിന് മുമ്പിൽ സംഹാര സമയത്ത് എല്ലാം അഗ്നിക്കിരയായി ഒന്നുമില്ലാതെ കണ്ട് ലോകത്തിലെ ഒരു സൃഷ്ടിയുമില്ലാതെ എല്ലാം ഭസ്മീകൃതമായി തീർന്നിരിക്കുന്ന നിലയായിരുന്നു. അവിടെയാണ് മണിപൂരക ചക്രത്തിൽ കരുണാർദ്ധഹൃദയായ പരാശക്തിയുടെ ദൃഷ്ടിഭാവന കാരണം മഴയായി പൊഴിഞ്ഞ് ആ മഴയിലൂടെ പലവിധമായ ലോകങ്ങളിൽ നിന്നുള്ള വിതകളെല്ലാം ചേർന്ന്, അതായത് വിത്തുകൾ, ബീജങ്ങൾ ഈ മഴയിലൂടെ തന്നെ ഈ ഭൂലോകത്തിൽ വരികയും ആ ഭൂമിയിലൂടെ പലവിധമായ ജീവജാലങ്ങൾ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അതെല്ലാം ഓരോരുത്തർക്കും ആഹാരമായി തീർന്ന് അവരെല്ലാം തുഷ്ടിപുഷ്ടിയോടുകൂടി ശരീരത്തെ വളർത്തി ആ ശരീരത്തിൻ്റെ നേതാവായിരിക്കുന്ന മനസ്സ്, അന്നാത് മനഃ, ഈ അന്നം കഴിക്കുന്നതുകൊണ്ട് നല്ല മനസ്സ്, സന്മനസ്സുണ്ടായിത്തീരുന്നു. മനസ്സാണ് ആത്മാവിൻ്റെ അടുത്ത ബന്ധു. മനസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആത്മാവിനെ അറിയാനുള്ള സാധ്യത ഉണ്ടായിത്തീരുള്ളൂ. മനസ്സിനെ ജയിക്കാത്തവൻ ഒരിക്കലും ആത്മാവിനെ വശീകരിക്കാൻ സാധ്യമല്ല. ആത്മസാക്ഷാത്കാരം അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ വിതൗട്ട് നോയിങ് മനസ്സ്. മനസ്സ് ഇംഗ്ലീഷിൽ മൈൻഡ് എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അതല്ല എങ്കിൽ പോലും വേറെ വഴിയില്ല. അതാണ് മോസ്റ്റ് സൂട്ടബിൾ വേർഡ്. അങ്ങനെ ആദിശങ്കര ഭഗവത്പാദർ ശിവശക്തിക്ക് രൂപത്തെ മണിപൂരക ചക്രത്തിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ച് അദ്ദേഹം പരാശക്തിയോട് പറഞ്ഞു, ഈ ശ്ലോകങ്ങളെ ജപം ചെയ്യുന്നവർക്ക് വരുംകാലത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി തീരണമേ. കാരണം എന്താണ്? വരുംകാലത്തെക്കുറിച്ചുള്ള അറിവ് സാധാരണ ജ്യോത്സ്യന്മാർ പറഞ്ഞു തരാൻ സാധിക്കും. ഓരോ ജീവികൾക്കും, മനുഷ്യന്മാർക്കും അവരുടെ കയ്യിൽ കട്ടവിരലുണ്ടല്ലോ, അത് പരമശിവ സാന്നിധ്യമുള്ളതാകുന്നു ഈ കട്ടവിരൽ. ആ കട്ടവിരൽ എപ്പോഴും 3 ഘട്ടങ്ങൾ ഉണ്ടാവാൻ വളരെ റയറാണ്. 2 ഘട്ടങ്ങൾ ഉണ്ടാവും, 2 കണ്ണികളെ ഉണ്ടാവുള്ളൂ. മറ്റുള്ള വിരലുകളെല്ലാം 3 കണ്ണികൾ ഉണ്ടാവും. അതിൽ ഈ ആൾക്കാട്ടി വിരലാണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ്. ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് ചിന്മുദ്രാരൂപമായിരിക്കുന്നത്. ആ കട്ടവിരലിലെ 2ാമത്തെ കണ്ണിക്ക് നടുവിൽ ഒരു വരയുണ്ടാവും. പലർക്കുണ്ടാവും. അത് വളരെ ഒരു തിക്കായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനായിരിക്കും. ദാറ്റ്സ് കാൾഡ് ഇൻറ്റ്യൂഷൻ ലൈൻ. ഇൻറ്റ്യൂഷൻ ലൈൻ ആർക്കാണ് ഉണ്ടാവുക? ദൈവാനുഗ്രഹം അധികമുള്ള വ്യക്തിക്കാണ് ഈ ഇൻറ്റ്യൂഷൻ ലൈൻ ഉണ്ടാവുക. അതായത് ഭാവിയെക്കുറിച്ചുള്ള അറിവുണ്ടാവാൻ ആർക്കാണ് അനുഗ്രഹം സിദ്ധിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഭഗവത് പ്രീതിയുള്ള ദൈവജ്ഞനായിരിക്കുന്ന ഈശ്വരന്റെ വളരെ അടുത്ത ബന്ധുവായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് വരുംകാലത്തെക്കുറിച്ചുള്ള അറിവ് നേടാനുള്ള ഭാഗ്യം കിട്ടുന്നത്. വരുംകാലം ദുഷ്കരമായിരിക്കും, ദുഃഖമുള്ളതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ സാധാരണ ആളുകൾ എളുപ്പത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് വരും. പക്ഷേ ഒരു ജ്ഞാനി ദൈവം രക്ഷിച്ചുകൊള്ളും, അതിന് വേണ്ടതായിരിക്കുന്ന മന്ത്രങ്ങളെയും ജപധ്യാനങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വ്രതങ്ങളെയും എടുത്ത് ഞാൻ അതിജീവിക്കുന്നതാണ് എന്നുള്ള ആ ജ്ഞാനസ്വരൂപം, ആ ജ്ഞാനത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ വർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഉത്തമ ഭക്തന് പരാശക്തി നൽകുന്നു. അതുകൊണ്ടാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അറിവ്, ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് ഭക്തനായ ഒരാളിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രീതിയുള്ള ഒരു ഭക്തനായിരിക്കണം, ഭക്തിയായിരിക്കണം എങ്കിൽ അവർക്കായിരിക്കും ഈ ഇൻറ്റ്യൂട്ടീവ് പവർ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അറിവ്, വരുംകാലത്തെക്കുറിച്ചുള്ള അറിവ്. അത് സാധാരണ എല്ലാവർക്കും ഒരു പരിധി ഉണ്ടാവും. ചിലർക്ക് പരിധിയിലും കൂടുതൽ കാണും. അവരെ ദൈവറ്റൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ജ്യോത്സ്യന് ദൈവറ്റൻ എന്നുള്ള പേരുണ്ട്.
ജ്യോത്സ്യന്റെ പര്യായത്തിൽ ദൈവജ്ഞൻ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ദൈവജ്ഞാനമുള്ളവൻ, ഈശ്വരനാണ് കഴിഞ്ഞ കാലം, ഇക്കാലം, വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള ത്രികാലജ്ഞാനമുള്ളത്. മറ്റുള്ളവർക്കാർക്കുമില്ല. ഭഗവജ്ഞാനത്തെ അറിഞ്ഞവൻ, സാക്ഷാത്കാരം അടഞ്ഞവന് മാത്രം ഈ ദൈവജ്ഞാനം ഉണ്ടാകുന്നു, വരുംകാലത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അത് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ സുഗമമായിരിക്കും, നന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാവാൻ വേണ്ടി ആദിശങ്കര ഭഗവത്പാദർ ഈ ശ്ലോകത്തിന് വളരെ മുഖ്യത്വം കൊടുത്ത് സൗന്ദര്യലഹരിയിൽ അദ്ദേഹം എഴുതി ചേർക്കുന്നു. തടിത്വന്തം ശക്തിയാ തിമിരപരിബന്ധി സ്ഫുരണയാ സ്ഫുരന്നാനാരത്നാരഭരണ പരിണദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം. തപിക്കുന്ന ത്രിഭുവനം എന്നർത്ഥം. കത്തിജ്വലിച്ചിരിക്കുന്ന ത്രിഭുവനം, അതാണ് തപ്തം. ചൂടുള്ള, ഉഷ്ണകരമായിരിക്കുന്ന എന്ന തപ്തത്തിനർത്ഥം. അങ്ങനെയുള്ള ത്രിഭുവനങ്ങളിലും പരാശക്തിയുടെ കരുണാർദ്ര ഹൃദയമായിരിക്കുന്ന ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും തൃപ്തി ലഭിക്കുകയും പരിപൂർണമായ സന്തുഷ്ടമായ ജീവിതം നൽകുകയും ചെയ്യപ്പെടുന്നു എന്നാണ് ഈ സ്വത്രം കൊണ്ടുള്ള വ്യാഖ്യാനം. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.